ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും ഉമ്മയും കൂടി ചെക്കപ്പിന് പോയ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. 2 ദിവസത്തെ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ട്. കാരണം ഒന്നാമത്തെ ദിവസം പോയപ്പം പറ്റിയിട്ടുണ്ടായിരുന്ന അമളികളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ വേഗം പണിയൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് മാറ്റി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഉമ്മ മാറ്റി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും ഉമ്മയുമാണ് ഈ ഒരു പ്രാവശ്യം എന്നല്ല, ഇനി അങ്ങോട്ടേക്ക് ഞങ്ങൾ രണ്ടാളുമാണ് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പോകുന്നത്. കാരണം ഷംസീർക്ക തിരിച്ചു പോയി. ആളുടെ വിസ തീരാനായതുകൊണ്ട് ആളെന്ത് ചെയ്തു, തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഞാനും ഉമ്മയും തന്നെ ആണ് ചെക്കപ്പിനും കാര്യത്തിനും ഒക്കെ നടക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ നേരെ ബാലുശ്ശേരി സ്റ്റാൻഡിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ബസ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 1:30-2 മണിയാകുമ്പോഴാണ് ഡോക്ടർ എത്തുക എന്ന്. അപ്പോൾ ആ ഒരു ടൈം കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബസ്സിലാണ് നമ്മുടെ യാത്ര. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ വരുന്ന വഴിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയതിന് ശേഷമാണ് അവിടുന്ന് ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം മഴക്കാലത്ത് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ. ശരിക്കും 26-ാം തീയതി ആയിരുന്നു ചെക്കപ്പിൻ്റെ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. അന്ന് വിളിച്ചു നോക്കിയ സമയത്ത് ഡോക്ടർ ലീവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശനിയാഴ്ച ഉണ്ടാവുമോ ചോദിച്ചപ്പോൾ ശനിയാഴ്ച ആയിരിക്കും എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തിങ്കളാഴ്ച വിളിച്ചു നോക്കിയിട്ട് വന്നാൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് തിങ്കളാഴ്ച നമ്മൾ വിളിച്ചു നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സാധാരണ ഒരു 10-10:30 ആകുമ്പോൾ നമ്മൾ മുന്നേയുള്ള സമയങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് അവർ 1:30 ഒക്കെ കഴിയും എന്ന് പറഞ്ഞപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഇറങ്ങി. അങ്ങനെ ഞങ്ങളൊരു 2 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയ സമയത്താണ് അവർ പറയുന്നത് ഡോക്ടർ പോയിട്ടുണ്ട് എന്ന്. ഡോക്ടർ 1:30 മണിക്ക് തന്നെ പോയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കന്ന് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ ദിവസം വെറുതെ എന്താ പറയുക, നമ്മുടെ ഇവിടുന്ന് കോഴിക്കോട് വരെ പോയി എന്ന് വേണം പറയാനായിട്ട്. അതായത് 2 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് മൊത്തത്തിൽ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് തിരിച്ചു വരാൻ. ഹോസ്പിറ്റലിലെ കാഴ്ചകളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതാ അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ ബുധനാഴ്ച വീണ്ടും ചെക്കപ്പിന് വേണ്ടിയിട്ട് പോവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം മഴയായിരുന്നു. നല്ല മഴയത്താണ് ഞാനും ഉമ്മയും പോയിട്ടുണ്ടായിരുന്നത്. അതായത് ആ മഴയത്തൊക്കെ ബസ് കയറി പോവുക എന്ന് പറയുന്നത് തന്നെ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. എന്നിട്ടും നമ്മൾ പോയതിന് ഒരു കാര്യവും ഉണ്ടായില്ല. അപ്പോൾ അതാ വീണ്ടും ബുധനാഴ്ച റെഡിയായി സെറ്റായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പം ഇന്ന് നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് പോയി വരുന്നത് വരെ ഈ ഒരു രീതിയിൽ നിന്നാൽ മതിയേനും എന്നാണ്. കാരണം മഴയത്തൊക്കെ പോയി വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് പ്രഗ്നൻസീൻ്റെ ഈ ഒരു സ്റ്റേജും കൂടിയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ബസ്സിലൊക്കെ തിരക്കാണെങ്കിൽ നമ്മൾ പെടും എന്നുള്ളതും ഉറപ്പാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം അമളി പറ്റിയത് കൊണ്ട് നമ്മൾ ഇന്ന് വിളിച്ചപ്പോഴും അവർ പറഞ്ഞത് 1 മണിയാവും ഡോക്ടർ വരാൻ എന്നാണ് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കിയില്ല. നമ്മളെന്ത് ചെയ്ത് വെറുതെ അബദ്ധം പറ്റണ്ടല്ലോ, അതുകൊണ്ട് വേഗം നോർമലി ഇറങ്ങുന്നത് പോലെ 10 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേഗം റെഡിയായി പുറത്ത് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 10:15 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നും മേലെ നിന്നും ബസ്സുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അമ്മനോട് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോയ പോലെ അമളിയൊക്കെ പറ്റുമോ നമുക്ക് എന്നുള്ളത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മനോട്. അപ്പം അമ്മ പറഞ്ഞു നമ്മൾ എന്തായാലും കാണിച്ചിട്ട് തന്നെ വരും, അതിനാണ് വേഗം പോകുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീടിൻ്റെ അടുത്തുനിന്നും മേലെ റോഡിലെത്തി ബസ് വരാനായിട്ടുണ്ടായിരുന്നു.
അപ്പം കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 10:30 ബസ് നമുക്ക് അതുകൊണ്ട് കിട്ടി. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാലുശ്ശേരി സ്റ്റാൻഡിൽ പോയിട്ട് ഇറങ്ങാം. സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് കോഴിക്കോട് ബസ് കിട്ടും. അപ്പം 10:30 സമയമൊക്കെ ആയതുകൊണ്ട് സ്കൂൾ കുട്ടികളെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സീറ്റും വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ ബാലുശ്ശേരിയിൽ എത്താനായിട്ട് പറ്റി. ഈ ഒരു സമയം നോക്കി ഇറങ്ങുന്നത് തിരക്ക് കുറയാൻ വേണ്ടിയിട്ടാണ്. ബസ് പോകുമ്പോൾ നമ്മളെ കാര്യം കൂടി ഇപ്പം ശ്രദ്ധിക്കണമല്ലോ. ഒറ്റക്കാണെങ്കിൽ ഏത് തിക്കിലും തിരക്കിലും കയറിയിട്ട് നമുക്ക് പോകാം. പക്ഷേ ഇപ്പോൾ അത് പറ്റൂലല്ലോ. കെയർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമുക്ക് മെയിനായിട്ട്. അപ്പം തിരക്കില്ലാത്ത സമയം നോക്കിയിട്ടാണ് ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കാണിച്ചിട്ടേ വരൂ ഗൈസ്. ഞങ്ങൾ കാണിച്ചിട്ടേ വരൂ ഗൈസ്. അങ്ങനെ ബാലുശ്ശേരി സ്റ്റാൻഡിലെത്തി. അവിടെ നിന്നും തിരക്കില്ലാത്ത ബസ് കിട്ടി, സീറ്റും കിട്ടി കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ബസ്സിൽ കയറി ഇരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച പോയപ്പോൾ നമ്മൾ ഈ ഒരു ബസ് തന്നെയായിരുന്നു കേട്ടോ റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചേട്ടനെ കണ്ടോ? ഈ ഒരു ചേട്ടൻ എപ്പോഴും ഉണ്ടാവും കേട്ടോ ബാലുശ്ശേരി സ്റ്റാൻഡിൽ ഇങ്ങനെയുള്ള ഗുളികകളും കാര്യങ്ങളും വിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹോസ്പിറ്റലിലെത്തി. നമ്മൾ ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ വരാൻ അപ്പോൾ അവർ പറഞ്ഞു 1 മണി കഴിയും എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ വേഗം പോയി ഒരു ചായയൊക്കെ കുടിച്ചു അവിടുത്തെ ക്യാൻറ്റീനിൽ പോയിട്ട്. അപ്പം രാവിലെ 8:30 മണിക്ക് ചായ കുടിച്ചത് കൊണ്ട് ഇപ്പം 12 മണിയായി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, വിശപ്പും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വരാൻ എന്തായാലും 1:30 ആവുമല്ലോ. പിന്നെ കാണിക്കലും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ 2 മണി ഒക്കെ ആവുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ വിശന്നിരിക്കണ്ട എന്ന് കരുതിയിട്ട് ഞങ്ങൾ വേഗം പോയിട്ട് ചായ കുടിക്കാൻ കയറി. അപ്പം ചെറിയ കടി എന്തെങ്കിലും കഴിക്കാമെന്ന് ഉമ്മ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഓരോ പൊറോട്ട കഴിക്കാം, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി വാങ്ങാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഓരോ പൊറോട്ടയും മേടിച്ചു. അതിൻ്റെ ഒപ്പം കറിയായിട്ട് ചെറുപയറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ പൊറോട്ടയ്ക്കും ചെറുപയർ കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിച്ച പൊറോട്ട, മൊരിഞ്ഞ അടിച്ച പൊറോട്ടയും നല്ല ചൂടുള്ള ചെറുപയർ കറിയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പറ്റും. കുറച്ച് ടേസ്റ്റൊക്കെ ഉള്ളൊരു ഫുഡ് കൂടിയാണ് ഈ ഒരു കോംബോ. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും കഴിച്ച് നോക്കുക. അപ്പം ഉമ്മ എനിക്കും വിളമ്പി തന്ന് രണ്ടാളും അങ്ങനെ അവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വന്നിരുന്നു. അവിടെ നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ. പേഷ്യൻസിൻ്റെ തിരക്കുണ്ട്, അതുപോലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരുടെ തിരക്കുണ്ട്. അപ്പം അതൊക്കെ നോക്കി അവിടെ എങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മുടെ സമയമായപ്പോൾ ഡോക്ടർ വന്ന് കാണിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ എന്താ ഉമ്മ വന്നപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് നമ്മൻ്റെ വീട്ടിൽ, നമ്മൾ ആദ്യം താമസിച്ച വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവിടെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ടോ. അത് അടച്ചിട്ടിട്ട് ഇപ്പോൾ 8 മാസത്തിന് മുകളിലായി. നമ്മൾ വീട് പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു ബാലുശ്ശേരി വീട്ടിലേക്ക്. അപ്പോൾ അവിടെ അടച്ചിട്ടിട്ട് കുറേ ആയിട്ടുണ്ടല്ലോ. ഇപ്പം മഴയും വെള്ളമൊക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും എന്ത് ചെയ്തു കേട്ടോ, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ബസ് കയറി. ഇവിടേക്ക് എത്താൻ വെറും 1/2 മണിക്കൂർ മതി കേട്ടോ. ഇനിയിപ്പോൾ പ്രഗ്നൻസീൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലീനൊക്കെ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എളുപ്പം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് കേട്ടോ ഇവിടെ എന്താണ് അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞത്. അതായത് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വെറും 1/2 മണിക്കൂർ മതി. നമുക്ക് ഇവിടുന്ന് വേഗം ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും, വാഹനങ്ങൾ വേഗം കിട്ടുകയും ചെയ്യും. പിന്നെ ടൈം എന്ന് പറയുന്നത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എത്താനായിട്ട് പറ്റും. ഒരു വേദനയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വേഗം വണ്ടി വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതും കൂടി വിചാരിച്ചപ്പം എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്നുള്ളത് നോക്കാം. നമ്മുടെ മുറ്റത്തേക്ക് 2 വീലർ മാത്രമേ വരൂ. പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ
ചളിയും വെള്ളവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇപ്പം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. മൊത്തത്തിൽ ചളി പിളിയാണ്. ഇത് കാണുമ്പം തന്നെ നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു അവസ്ഥ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുള്ള റോഡും കാര്യങ്ങളുമൊക്കെ നന്നായി വരണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾ തമ്മിൽ ഒരു ഐക്യത്തിൽ ഇതിനു വേണ്ടിയിട്ട് നടക്കണം. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു സംഗതിയേ ഇല്ല. പലരും പല വഴിക്കാണ്. ആരെങ്കിലും ചെയ്തു കൊടുത്താൽ ഉപയോഗിക്കാം എന്നുള്ളൊരു രീതിയിൽ. ഇനി ആരെങ്കിലും ഇതിനു വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ അവരെയും എന്താ പറയുക നിരുത്സാഹപ്പെടുത്തുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് കേട്ടോ ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റോഡായി കിട്ടാത്തത്. എന്താ പറയുക ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ആൾക്കാരെ കയ്യിൽ നിന്ന് ഫണ്ടൊക്കെ ഇറക്കി ഇവർ റോഡ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് റോഡായി മാറിയിട്ടില്ല. ഇപ്പോൾ നമ്മളെ വീട് നിൽക്കുന്ന ഭാഗത്ത് 3-4 പുരക്കാരുണ്ട്. അപ്പോൾ ഓർക്കെന്താണ് വളരെ ബുദ്ധിമുട്ടാണ്. ഇവർ പകുതി തോട് മണ്ണിട്ട് നികത്തി വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാതെ ഇട്ടതുകൊണ്ട് അത്രയും ഭാഗത്തെ വെള്ളം മൊത്തം വന്ന് നിൽക്കുക ആ ഒരു തോട്ടിലാണ്. ആ ഒരു സമയത്ത് ആ പറമ്പ് മൊത്തം മഴക്കാലത്ത് വെള്ളത്തിലാകും. അവിടുന്ന് ഒന്ന് ഈ വഴിമലേക്ക് എത്താൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. പിന്നെ ഇവിടെ ഒരു വാർഡ് മെമ്പർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കൗൺസിലർ, അതായത് കോർപ്പറേഷനിൽ പെട്ട സ്ഥലമാണ്. അപ്പം കൗൺസിലർ ഉണ്ട് എന്ന് പറയുന്നത്. കൗൺസിലറൊന്നും ഈ ഒരു ഏരിയയിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഈ ഒരു ഏരിയക്കൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഫണ്ട് വികസനത്തിന് വേണ്ടിയിട്ടുള്ള, അതിൻ്റെ ഒരു ഉപയോഗം പോലും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൻ്റെ അവസ്ഥ. കാരണം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഇത് പറയുന്നത് അവരൊക്കെ ഇതൊന്ന് കാണുകയാണെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് കേട്ടോ. കാരണം കുറേ പേര് ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. ഈ ചുറ്റുവട്ടത്ത് എന്താ പറയുക ഒരു സർക്കിൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റിലും റോഡുകളുണ്ട്. ഈ ഒരു ഏരിയയിൽ മാത്രം ഗതാഗത യോഗ്യമായിട്ടുള്ള ഒരു നടവഴി അല്ലെങ്കിൽ ഒരു റോഡ് ഇല്ല ഇവിടുത്തെ ആൾക്കാർക്ക്. ഇവർ തന്നെ കഷ്ടപ്പെട്ട് പൈസ ഇട്ടിട്ട് പോലും ഇവർക്ക് ആ ഒരു റോഡ് ആയി കിട്ടാത്ത അവസ്ഥയാണ്. ഓരോ വാർഡിൻ്റെയും വികസനത്തിൽ ഓരോ വാർഡ് മെമ്പർക്കും ഒരു ഉത്തരവാദിത്തം ഉണ്ടാവില്ലേ. അപ്പോൾ അവരിത് കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഇത് വരുന്നത് എലത്തൂർ കോർപ്പറേഷനിലാണ്. എലത്തൂർ കോർപ്പറേഷനിലുള്ള ഒരു വാർഡിൻ്റെ ഒരു സ്ഥിതിയാണ്. അങ്ങോട്ട് അവിടെ താമസിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥയാണ് എന്ന് പറയാം. അവർക്ക് മര്യാദയ്ക്ക് നടക്കാൻ പോലുള്ള വഴിയില്ല. മഴക്കാലമായാൽ ഇതാണ് അവസ്ഥ, കൊതുകും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ ആര് പരിഹരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. നമ്മൾ എന്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. നമ്മളുടെ ഇടയിൽ നിന്ന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോൾ അവരത് നോക്കാന്നില്ല എന്ന് പറയുമ്പം വളരെ എന്താ പറയുക ഒരു പ്രയാസം തോന്നുന്നുണ്ട്. ഇതൊക്കെ അധികാരികളുടെ കണ്ണിൽ പെടട്ടെ എന്ന് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കഥ വിട്ടുപോയി. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഞാനും ഉമ്മയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വഴി കണ്ടപ്പം തന്നെ ഇങ്ങോട്ട് വരണോ എന്ന് തന്നെ ആയിട്ടോ മൈൻഡിൽ. ഇതാ വീട്ടിലെത്തി. അങ്ങനെ മുറ്റമൊക്കെ കാട് പിടിച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. അകത്താണെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പുറത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ്, പിന്നെ ആൾതാമസം ഇല്ലാതായതുകൊണ്ട് വലിയ രീതിയിലുള്ള പുറ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ അതിനായിട്ട് ഒരു ദിവസം വന്നിട്ട് വേണം അവിടെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അന്നത്തെ ദിവസം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കും ഒന്നും ചെയ്ത് കൊടുക്കാനാവില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് വേറൊരു ദിവസം വരാം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്നും പോന്നിട്ടുണ്ടായിരുന്നു.